എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ അലൈഡ് കോഴ്സസ്, അതുപോലെ തന്നെ ബി.ഫാം കോഴ്സ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള പ്രവേശനത്തിനായിട്ടുള്ള കീം 2025 ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, അതുപോലെ ഫാർമസി, അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ കീം രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ 2025 വർഷത്തെ കീം പ്രവേശന പരീക്ഷയ്ക്കായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് മാർച്ച് 10-ാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് കീമിൻ്റെ അപേക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ, ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിരിക്കും. അതായത് നിങ്ങൾ നീറ്റിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തയ്യാറാക്കുന്ന നിങ്ങളുടെ അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെയുള്ള മറ്റ് വിവിധ സർട്ടിഫിക്കറ്റുകളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് പർപ്പസ് എന്ന് പറയുന്നത് സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ് ആയിരിക്കും. എന്നാൽ കീമിൻ്റെ രജിസ്ട്രേഷനായിട്ട് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. അതായത് സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ് നീറ്റിനും കീമിന് വേണ്ടത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നുള്ളതുമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മുഖ്യമായിട്ടും വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ ജനനത്തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ നാറ്റിവിറ്റി, അതായത് നാഷണാലിറ്റി തെളിയിക്കുന്നതിനായിട്ട് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട മറ്റ് ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ തന്നെ അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊരു ഫോട്ടോ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതായത് ഒരു വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ടിട്ട് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതിൽ നല്ലത്, അതായത് അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യാതൊരു വിവരങ്ങളും തെറ്റാൻ പാടില്ല. കാരണം തെറ്റാൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു അപേക്ഷയാണ് വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ അപേക്ഷ നൽകുകയാണെങ്കിൽ അവരുടെ 2 ആപ്ലിക്കേഷൻ റദ്ദ് ചെയ്യപ്പെടുമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് നിലവിൽ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണോ സെലക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടോ, അതായത് റേഡിയോ ബട്ടൺസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഓരോ ഓപ്ഷൻ്റെ നേരെയായിട്ടും ഇതുപോലെയാണ് ഉണ്ടാവുക. ടോട്ടൽ 4 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. ആദ്യത്തേത് ഫാർമസി, അതുപോലെ തന്നെ പിന്നീടുള്ളത്, അതായത് ഫാർമസി എന്ന് പറഞ്ഞാൽ ബി.ഫാം കോഴ്സാണ്. അതുപോലെ തന്നെ പിന്നീടുള്ളത് എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ 4 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. മെഡിക്കൽ അലൈഡ് കോഴ്സസിൽ ഉൾപ്പെടുന്നത് MBBS, BDS, അതുപോലെ തന്നെ അതായത് അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഫിഷറീസ്, BTech ബയോടെക്നോളജി, അതുപോലെ വിവിധ കോഴ്സുകൾ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അത് ഏതൊക്കെ കോഴ്സുകളാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ കീം 2025 ഓൺലൈൻ അപേക്ഷ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കോഴ്സിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. മെഡിക്കൽ അലൈഡ് കോഴ്സസിൽ MBBS, അതുപോലെ തന്നെ BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, അതുപോലെ ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ്, BTech ബയോടെക്നോളജി എന്നിങ്ങനെ ഇത്രയും കോഴ്സുകളാണ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് ഉൾപ്പെടുക. അപ്പോൾ കേരളത്തിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് കോഴ്സിൻ്റെ കൂടി സെലക്ട് ചെയ്യണം. അതായത് എഞ്ചിനീയറിംഗ് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യണം. അതുപോലെ ആർക്കിടെക്ചർ വേണമെങ്കിൽ ആർക്കിടെക്ചർ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സസ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യണം. ഫാർമസി വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യണം. അതായത് നിങ്ങൾക്ക് 4 വിഭാഗത്തിലേക്കുള്ള അഡ്മിഷൻ വേണമെങ്കിൽ 4 വിഭാഗവും സെലക്ട് ചെയ്തിരിക്കണം. അതുപോലെ പിന്നീട് സെലക്ട് ചെയ്യാനുള്ള സൗകര്യം ചില സമയത്ത് ലഭ്യമാകുമെങ്കിലും എപ്പോഴും ലഭ്യമാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ, അതുപോലെ എഞ്ചിനീയറിംഗ് ഫാർമസിയും ആണെങ്കിൽ കീമിൻ്റെ പരീക്ഷ അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഓപ്ഷൻ കൂടി നിങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാറ്റ എക്സാമിനേഷൻ, അതായത് NTA നടത്തുന്ന നാറ്റ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്ത് അതിൽ പാസ്സാവണം. അതുപോലെ തന്നെ നിങ്ങൾ മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് നീറ്റിൻ്റെ കൂടി ക്വാളിഫൈ ആയിരിക്കണം. കാരണം ഇതിൽ മെഡിക്കൽ അലൈഡ് കോഴ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾ നീറ്റിൽ ജയിച്ചിട്ട്, അതായത് നീറ്റ് എലിജിബിൾ ആവുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ പ്രവേശനം കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നീറ്റിൻ്റെ രജിസ്ട്രേഷൻ മാർച്ച് 7-ാം തീയതി വരെയാണ്. അതുപോലെ കീമിൻ്റെ രജിസ്ട്രേഷൻ മാർച്ച് 10-ാം തീയതി വരെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം ഓരോ ഡീറ്റെയിൽസും കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ മറ്റ് വിവിധ വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടാകും. ഫീസ് ആനുകൂല്യമുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, ഇതുപോലെ വിവിധ ഡോക്യുമെൻറ്റ്സുകൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാവിധ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ
ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. പിന്നീട് വീണ്ടും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട സൗകര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ തയ്യാറാക്കി വെക്കുക. അതുപോലെ തന്നെ ഇവിടെ ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ആ ഒരു കോഴ്സിൽ അഡ്മിഷൻ നേടാനായിട്ട് എന്തൊക്കെ എക്സാമിനേഷൻസ് വേറെ ഉണ്ട്, അതായത് ഇതിനോടൊപ്പം ഈ ഒരു അപേക്ഷ നൽകുന്നതോടൊപ്പം തന്നെ ആ ഒരു ഏതൊക്കെ എക്സാം ക്വാളിഫൈ ആവണം എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സാണ്, അതുപോലെ ഫാർമസി കോഴ്സാണെങ്കിൽ ഈ ഒരു കീം എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നിങ്ങൾക്ക് കീമിന് ലഭിച്ച മാർക്കും, അതായത് കീമിലെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മാത്സ് എന്നിവയ്ക്ക് ലഭിച്ച മാർക്കും നിങ്ങൾക്ക് +2 അതായത് +2 ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന സെക്കൻഡ് ഇയറിലെ ആ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്കും കൂട്ടി 50-50 അനുപാതത്തിൽ എടുത്തിട്ട് ഒരു തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് വഴിയാണ് അഡ്മിഷൻ നൽകുക. ഫാർമസി ആണെങ്കിൽ കീമിൻ്റെ, അതായത് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻസിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി എന്നീ ആ ഒരു, അതായത് പേപ്പർ 1 ആയിട്ടുള്ള ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിൽ ലഭിക്കുന്ന ആ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഫാർമസി, അതായത് ബിഫാം കോഴ്സിലേക്കുള്ള അഡ്മിഷൻ കിട്ടുക. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ്, അതുപോലെ ആയുഷ് കോഴ്സസ് എന്നിവയിലേക്കുള്ള അഡ്മിഷന് നിങ്ങൾ കീമിൻ്റെ ഈ ഒരു അപേക്ഷ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി ഇതുപോലുള്ള ഓപ്ഷൻ നൽകുന്നതോടൊപ്പം മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നിങ്ങൾ നീറ്റ് UG 2025 രജിസ്ട്രേഷൻ, അത് മാർച്ച് 7 തീയതി വരെയാണ്. അപ്പോൾ അതുകൂടി രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു എക്സാം എഴുതി അതിൽ ക്വാളിഫൈ ആവുകയും ചെയ്യണം. അപ്പോൾ നീറ്റ് ക്വാളിഫൈ ആയിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതുവഴി ഈ ഒരു ഓപ്ഷൻ നൽകി കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ ആ ഒരു നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ നൽകാനൊക്കെ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് അതൊക്കെ നൽകിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ നേടുന്നതിനായിട്ടുള്ള പ്രൊസീജിയറിലേക്ക് പോകാൻ സാധിക്കും. അതുപോലെ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കീമിൻ്റെ അപേക്ഷ നൽകുമ്പോൾ ആ ഒരു ആർക്കിടെക്ചർ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നാഷണൽ, അതായത് ഈ ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന, അതായത് NTA നടത്തുന്ന നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ NATA എക്സാമിനേഷൻ കൂടി നിങ്ങൾ ക്വാളിഫൈ ആവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ കീം രജിസ്ട്രേഷൻ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുക മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പ്രീ റിക്വസ്റ്റീസ് ഫോർ അപ്ലൈങ് ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ce.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.